നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ ആരോപണത്തിൽ നടൻ സിദ്ദിഖിന് കുരുക്ക് മുറുകുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. നടനെതിരെ സാക്ഷിമൊഴികൾ ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകളുണ്ട്. മാനസിക സംഘർഷത്തിനും യുവതി ചികിത്സ തേടിയതിനും തെളിവ് ലഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചതിന്റെ തെളിവുകളും നേരത്തെ കണ്ടെത്തിയിരുന്നു. മസ്കറ്റ് ഹോട്ടലിലെ രേഖകളായിരുന്നു ഇതിന് തെളിവ്. സംഭവ ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതുപോലെ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിട്ടത് സിദ്ദിഖിനാണെന്നും ഇതിനെ വേണമെങ്കിൽ പറയാം. കാരണം അമ്മ സംഘടനയുടെ കൂട്ടരാജി തന്നെ മലയാള സിനിമയെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അവസാന വിചാരണ ഘട്ടത്തിനിടയിലാണ് നിർണായക വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഒന്നാം പ്രതിയായ സുനി പുറത്തിറങ്ങിയത് അതിജീവതയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് സുനി നടൻ ദിലീപിന് എഴുതിയ കത്ത് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപ് ഗൂഢാലോചന നടത്തുമ്പോൾ നടൻ സിദ്ദിഖും അടുത്തുണ്ടായിരുന്നുവെന്നാണ് കത്തിൽ പറഞ്ഞത്. അമ്മ എന്ന സംഘടന ചേട്ടൻ എന്ത് ചെയ്താലും കൂട്ടുനിൽക്കുമെന്നറിയാം. അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ദിഖ് മറ്റാരെല്ലാം ഉണ്ടായിരുന്നെല്ലാം എന്ന് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ദിഖ് ഓടി നടന്നത്? അമ്മയിലെ പലർക്കും അറിയാത്ത കാര്യങ്ങൾ ചേട്ടൻ അവരുടെ കണ്ണിൽ പൊടിയിട്ടത് കൊണ്ടല്ലേ? സിദ്ദിഖിന് പുറമെ സിനിമാ രംഗത്തുള്ള പലരെയും പേരെടുത്ത് പറയാതെ കത്തിൽ പരാമർശിച്ചിരുന്നു. അതുകൂടാതെ ദിലീപിനും അടുത്ത സുഹൃത്തുക്കളിലും ചിലർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് ഉൾപ്പെടെയാണ് സുനിലിന്റെ കത്തിലെ പരാമർശം. അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ എന്ന് പുറത്തുപോയി പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ ലാഭം എത്ര ആളുകൾക്ക് നൽകണമെന്നും പുറത്തു വന്നാൽ എന്ന കാര്യം. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം ഓർത്താൽ നന്നായിരിക്കും. 2018 മെയ് മാസത്തിൽ എഴുതിയ പൾസർ സുന്നിയുടെ കത്താണത്. പൾസർ സുന്നിക്ക് ഈ കത്ത് തൻ്റെ അമ്മയ്ക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കത്ത് പുറത്തു വിടണമെന്ന് അമ്മയോട് പൾസർ സുന്നി പറഞ്ഞിരുന്നു. കേസിൽ തന്നെ കുടുക്കിയാൽ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയിക്കുമെന്നും കത്തിൽ അന്ന് സുനി പറഞ്ഞിരുന്നു. പ്രതികളെയും സാക്ഷികളെയും എല്ലാം വിലക്കെടുത്താലും സത്യം അറിയാവുന്നവർ എല്ലാം എന്നും മൂടി വെക്കണം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. എനിക്കും ശിക്ഷ കിട്ടിയാലും പരിഭവമോ വിഷമമോ ഇല്ല. കാരണം താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ടിയല്ല എന്നെങ്കിലും ഓർക്കണം. 3 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുറത്തറിഞ്ഞാൽ ജനം ആരാധിക്കുകയില്ല, തല്ലിക്കൊല്ലും. സ്വന്തം കുഴി ചേട്ടൻ തന്നെ തോണ്ടിയതല്ലേ എന്നും കത്തിൽ പറയുകയാണ്. യജമാനൻ നായയെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ്. യജമാനനോടുള്ള സ്നേഹത്താൽ മുരളുകയും കുരയ്ക്കുകയും ചെയ്യും. പക്ഷെ അതിനെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ, ഒന്നിനും പറ്റില്ലെന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും. ഇതറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരുന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ച് തീർക്കാം എന്നുമായിരുന്നു കത്തിൽ പറഞ്ഞത്. എന്തായാലും സുനി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ആ കത്തിൽ എന്തൊക്കെയാണ് പുറത്തു വന്നത്, അതുപോലെ സുനി അന്ന് പറയാൻ ബാക്കി വെച്ച കുറേയധികം കാര്യങ്ങൾ, ഇതെല്ലാം പുറത്തിനി വരുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും കേസിന് മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബോംബ് സുനി പൊട്ടിക്കുമോ എന്നറിയാനാണ് കേരളം പോലും കാത്തിരിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.